ഇന്നത്തെ റെസിപ്പി എഗ് പൊറോട്ടയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമുക്ക് സ്നാക്കായിട്ടും അതേപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെല്ലാം കഴിക്കാൻ പറ്റും. ഇതിന് എക്സ്ട്രാ കറിൻ്റെ ആവശ്യമില്ല. കുറച്ച് ചട്നിയോ കെച്ചപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു എഗ് പൊറോട്ട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ആട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് മൈദയിൽ ചെയ്യാം. അതേസമയം 1 കപ്പ് ആട്ടയിൽ ചെയ്യരുത്, അപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദയും 1/2 കപ്പ് ആട്ടയും ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നെയ്യാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഈ നെയ്യ് നമുക്ക് ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പൊടിയും നെയ്യും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ പൊടിയും നെയ്യും കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് പോലെ ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്യ് ചേർത്ത് കുഴച്ചത് കൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കും ഇത്. അപ്പോൾ നമ്മുടെ എഗ് പൊറോട്ടയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 2 മുട്ടയും ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയും നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് നല്ല ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഈ ഒരു അരിഞ്ഞ സവാള നമുക്ക് ഈ ഒരു മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയിലയാണ്. കുറച്ച് മല്ലിയില, അതും നന്നായി ചെറുതായിട്ട് അരിയണം. സവാളയും മല്ലിയിലയും വളരെ ചെറുതായിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മല്ലിയില ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളക് വളരെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് ഈ ഒരു പച്ചമുളകിന് പകരം കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയോ പച്ചമുളകോ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. പക്ഷേ ചിക്കൻ മസാല ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ തീർച്ചയായും ചേർക്കാം. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ മസാലയും ഉപ്പും എല്ലാം ഈ ഒരു മുട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് പൊറോട്ടക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒന്നുകൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഈ ഒരു മാവ് പരത്തിയെടുക്കണം. പക്ഷെ നമ്മൾ ഇതിൻ്റെ മാവ് എടുക്കുന്ന സമയത്ത് ചപ്പാത്തിക്ക് എടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ എടുക്കരുത്. കാരണം നമുക്ക് വളരെ നേരിയ ഒരു ചപ്പാത്തിയാണ് തയ്യാറാക്കേണ്ടത്. നമ്മളിത് സമൂസക്കെല്ലാം പരത്തിയെടുക്കുന്നത് പോലെ നേരിയതായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാവ് എടുക്കുന്ന സമയത്ത് ചെറിയ മാവ് എടുക്കുക. എന്നിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുത്താൽ മതി. നമ്മൾ ഈ ഒരു ചപ്പാത്തി കുറച്ച് നല്ല ഘനം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരില്ല. അതുപോലെ അത്ര ക്രിസ്പി ആയിട്ടും കിട്ടില്ല. നേരിയ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ട് പരത്തിയെടുക്കാം. ആവശ്യത്തിന് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മുട്ടയുടെ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തിൻ്റെ ഈ ഒരു സെൻറ്ററിലേക്ക് ഈ ഒരു ഫില്ലിങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ 4 ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. 4 ഭാഗവും മടക്കിയിട്ട് നന്നായിട്ട് വിരൽ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കണം. നല്ലോണം പ്രസ് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ ഇതിൻ്റെ മുട്ട പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 4 ഭാഗവും ഫോൾഡ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എഗ് പൊറോട്ട ഇട്ട് കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു മുട്ട നന്നായിട്ടൊന്ന് വെന്ത് വരികയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അതേപോലെ നമ്മൾ പഴംപൊരിയും ബോണ്ടയിലും ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന വിധത്തിലുള്ള എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. അടിഭാഗം ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഉള്ളിലുള്ള മുട്ട നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഈ ഒരു പൊറോട്ട ഒന്ന് പൊങ്ങി വരും. ആ സമയത്ത് നമുക്ക് നല്ല കളറെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം.
അപ്പോൾ നമ്മുടെ ഈ ഒരു പൊറോട്ട ചെറുതായി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള മുട്ടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു എഗ് പൊറോട്ടയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.